Welcome back to എന്തായാലും കൊള്ളായിരുന്നു. അപ്പം അതെ, അത് വളരെ നല്ലതായിരുന്നു. ഹലോ, വെൽക്കം ബാക്ക് ടു എന്ന് പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ഞങ്ങൾ ആദ്യത്തെ വീഡിയോ ആണ്. ഞങ്ങൾ ഇതിനൊക്കെ ഒരു വീഡിയോ പോലും ലോങ് വീഡിയോ ചെയ്തിട്ടില്ല. ഇത് ഞങ്ങളുടെ ആദ്യത്തെ ലോങ് വീഡിയോ പ്ലസ് ചാലഞ്ച് വീഡിയോ ആണ്. ഫസ്റ്റ് ടൈം യെസ്, അത് എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. ഇന്ന് ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം എന്താണ് സംഭവം. അപ്പൊ ഇന്നത്തെ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ചാലഞ്ചിന്റെ പേര് നോ ഇംഗ്ലീഷ് ചാലഞ്ച്. അപ്പൊ ആദ്യം ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഇതിന്റെ റൂൾസ് ഒക്കെ പറഞ്ഞുതരാം. ഇത് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ആരാദ്യം, രണ്ടാമത്, മൂന്നാമത്. ഇതാണ് നമ്മുടെ പണിഷ്മെന്റ്, ചില്ലി. ഇതെല്ലാം യൂട്യൂബേഴ്സിനും ഫേവറേറ്റ് ആണ്. ഇതിന്റെ കൂടെ ടച്ചിങ്സ് വേണമല്ലോ, അതാണ് സംഭവം. അപ്പൊ ഇതെടുക്കാം. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് തന്നെ ചാലഞ്ച് അങ്ങ് തുടങ്ങിയേക്കാം. എന്ത് പറയുന്നു? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്ത് പറയുന്നു? പേടിയുണ്ടോ? ലൈറ്റ് ആയിട്ടേ ഉള്ളൂ കേട്ടോ. ലൈറ്റസ്റ്റ് ആയിട്ടേ ഉള്ളൂ. ഇവിടെ ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഞാൻ കളിക്കണോ? കളിച്ചിട്ട് പോയാ മതി. കളിക്കാം. അപ്പൊ ഇത് നമുക്ക് കുലുക്കിടാം. ശുഭം. ഫസ്റ്റ് തന്നെ താഴെ പോയിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. തേർഡ്, ഫസ്റ്റ് എനിക്ക് താഴെ കിട്ടി ഗൈസ്. അടിച്ചു മോനെ. അപ്പൊ അവരാണ് ഫസ്റ്റ്. അപ്പൊ നമുക്ക് നല്ല ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങിയേക്കാം. അവരെല്ലാം മറച്ചു വെച്ചിട്ടാ പറയുന്നത്. നമ്മുടെ പേരൊക്കെ പറയണ്ടായത്, നമ്മുടെ പേരൊക്കെ പറയണ്ടായതാ ജോയി. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞ തിരികെ വരുമോ. ഫസ്റ്റ് ടോപ്പിക്, ഫേവറേറ്റ് കളർ. അപ്പോൾ ഇതിന്റെ എന്താന്ന് വെച്ചാൽ ഫേവറേറ്റ് കളർ എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കാണ്. അത് അവര് തന്നെ മലയാളമാക്കി പറയണം. മലയാളമാക്കി 1 മിനിറ്റ് അതിനെപ്പറ്റി സംസാരിക്കണം. 1 മിനിറ്റിനുള്ളിൽ അവർ ഇംഗ്ലീഷ് വാക്ക് അഥവാ ഉപയോഗിക്കുവാണെങ്കിൽ ഈ പണിഷ്മെന്റ് അവർക്ക് സ്വന്തം. അതാണ് സംഭവം. അത് ഉപ്പ് നിനക്ക് ഇങ്ങനെ വേണമെങ്കിൽ മുക്കിട്ട് കഴിക്കാൻ, അതാണ് സംഭവം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇവനെ കൊണ്ട് ഇതിനെപ്പറ്റി പറയിക്കാം. അതാണ് നല്ലത്. ചാലഞ്ചിലേക്ക് കടക്കാം. 1 മിനിറ്റ് ടൈമർ ഒക്കെ സെറ്റ് ചെയ്ത് 1 മിനിറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതാണ് ടൈമർ. അപ്പോ 3, 2, 1 സ്റ്റാർട്ട്. വരുന്നില്ല, അത്രേ ഉള്ളൂ. തുടങ്ങ്. ഫേവറേറ്റ് കളർ. ഇഷ്ടപ്പെട്ട നിറം. ഓക്കെ, ഒച്ചത്തിൽ പറഞ്ഞോ, കേൾക്കാൻ പറ്റുന്നില്ല. ഇഷ്ടപ്പെട്ട നിറം. കയ്യിലത്ത് ഇഷ്ടം പോലെ ഗൈസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ടൈമർ സ്റ്റോപ്പ് ചെയ്തു. ഇയാളൊന്നും സംസാരിക്കില്ല. ഒരു ഫുൾ ബൈറ്റ് എടുക്കണം. ഓക്കെ, ഒരു വലിയ ബൈറ്റ്. അതെ, അത് എടുക്കുവാണെങ്കിൽ മൊത്തം കഴിക്കണേ. നമ്മള് ഇങ്ങനെ മുക്കിയിട്ട് നമ്മൾ അവർക്ക് ഫുള്ളേ നീ മാ തുറക്ക്. ചവയ്ക്ക്. നോ റിയാക്ഷൻ വീഡിയോ എടുക്കാവേ. അങ്ങനെ സക്സസ്ഫുള്ളി ഒരു കിരീടം ചുടിച്ചു കൊടുക്ക. ഇപ്പൊ ഓടോട് പോവാൻ. ഇനി ഞാൻ, എന്റെ ചാൻസ് ആണ്. സ്കൂൾ. വാക്ക് സ്കൂളാണ്. ഓക്കെ, 1, 2, 3 സ്റ്റാർട്ട്. വിദ്യാലയം. ഞാൻ പഠിക്കുന്ന വിദ്യാലയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ സ്ഥലം എനിക്കറിയില്ല. നമ്മൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂളുകളിൽ ഞാൻ എടുത്തരാം. എക്സ്പ്രഷൻ ഇട്ടില്ലായിരുന്നെങ്കിൽ മണ്ടന്മാർക്ക് മനസ്സിലാവും. പിന്നെ ഞാനിവിടുത്തെ മുതിർന്നതായത് കൊണ്ട്. അപ്പൊ വലുതോ? വേണ്ട, ഞാൻ ഇത് വെച്ച് ടെസ്റ്റ് ചെയ്തോളാം ഗൈസ്. എന്നോട് വേണ്ടരുത് ചോദിച്ചാൽ മതി. എനിക്ക് പറയാനുള്ള വലിയ കടി അടിക്കണേ.
എനിക്ക് നല്ല സുഖമാണ്, മധുരമുണ്ട് വേണം. ഞാനാണ് ഇനി അപ്പൊ അടുത്ത ആളിലേക്ക് പോവാം. ചേച്ചി എന്തുവാ ഇത്? എടുക്കുക. എരിവുണ്ടോ? നല്ല മധുരമുണ്ട്. ഡാൻസ്. 3, 2, 1 സ്റ്റാർട്ട്. എനിക്ക് കിട്ടിയേക്കുന്ന വാക്ക് നൃത്യം. അപ്പം ഞാനും എന്റെ ചേച്ചിയും നൃത്യം ചെയ്യും. നന്നായി ചെയ്യും ഞങ്ങൾ. പിന്നെ എന്റെ അനിയനും എന്റെ ചേട്ടന്മാരും എല്ലാരും ചെയ്യും, നല്ലപോലെ ചെയ്യും. അതെ, ഞങ്ങൾ ചെയ്യും. പിന്നെ ഞങ്ങൾ എന്താ അതിനൊക്കെ പോവാറുണ്ട്, പഠിക്കാനൊക്കെ പോവാറുണ്ട്. എന്ത്? നൃത്യം പഠിക്കാൻ പോയി ഞങ്ങൾ പോകും. അത് പറയാം. ഞങ്ങൾ പോകും. പിന്നെ എന്റെ ക്ലാസ്സില് ഞാനാണ് നന്നായി. ക്ലാസ്സില് അയ്യോ ഞാനേ പോയിട്ട് പിന്നെ വരാം. എല്ലാരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ഞാൻ കഴിച്ചോളാം. ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. നിനക്ക് തരാതെ. അപ്പൊ ഫസ്റ്റ് റൗണ്ട് കടന്നപ്പോ ആർക്ക് പോലും ഒരു പോയിന്റ് പോലും കിട്ടിയില്ല. ആനമുട്ട ഇവരുടെയൊക്കെ പരീക്ഷ പേപ്പർ. ചേച്ചിക്ക് പിന്നെ ചേച്ചിക്ക് 2 മുട്ട. അപ്പൊ സെക്കൻഡ് റൗണ്ട് വേണ്ട, അങ്ങനെ ഒന്നും വേണ്ട. സിനിമ. സിനിമ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് വാക്കാണ്. അതിന്റെ മലയാളം വാക്ക് താങ്കൾ വേണം പറയാൻ. Okay, your time starts now. എനിക്കറിഞ്ഞൂടാ സിനിമയോ. എന്നാ കൈയോടം കടിച്ചാലും അതിനോർക്കൊണ്ട് അതിന് കിട്ടി. ഒരാൾക്കിട്ട് പണി കൊടുക്കുന്ന സുഖം. അടുത്തത് പുകയുന്നു. സൗണ്ട്. Your time starts now. എനിക്ക് കിട്ടിയ വാക്ക് ശബ്ദം എന്നുള്ളതാണ്. ശബ്ദം ഉണ്ടാക്കുമ്പോൾ വീട്ടുകാർ നമ്മളെ തല്ലിക്കൊല്ലാൻ സാധ്യതയുണ്ട്. ഈ രാത്രി എത്ര മണി? 10:41 ഞങ്ങൾ ഇവിടെ ഒച്ചയിടുന്നുണ്ട്. അതും ഒരു ശബ്ദമാണ്. ഇങ്ങനെ ശബ്ദമുണ്ടായാൽ മലിനീകരണം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായി നമ്മൾ ശബ്ദം കുറച്ച് സംസാരിക്കേണ്ടതാണ്. എന്നെ കൊണ്ട് ഒട്ടും സാധിക്കാത്ത കാര്യവും അത് തന്നെയാണ്. ഞാൻ എപ്പോൾ വെറുതെ ഇരുന്നാലും ശബ്ദമുണ്ടാക്കി കളിക്കാറാണ് പതിവ്. ശബ്ദമുണ്ടാക്കി കളിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനവും കുളിർമയും അത് വേറെ ഒന്നിനും കിട്ടില്ല. കുറച്ച് തണുത്ത വെള്ളം എടുത്ത് അണ്ണാക്കിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ ഈ ശബ്ദം വരുന്നൊരു കുഴലുണ്ട്. അതങ്ങ് അടയും. അവിടെ വേദന വരും. അതിനുശേഷം ശബ്ദം ഉണ്ടാവില്ല. എൻ്റെ വീട്ടുകാർ ആ പറഞ്ഞ കുഴലിലേക്ക് തിരികെ കയറ്റാൻ തുണി എടുത്ത് വെച്ചതുവരെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ശബ്ദം അതിഗംഭീരമായി ഈ വീടിൽ മൊത്തം മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കും. ഇവർ രണ്ടുപേർക്കും ശബ്ദം വളരെ കുറവാണെന്ന് വിചാരിക്കുമെങ്കിലും അങ്ങനെയല്ല. ഇവരുടെ ശബ്ദം അടിപൊളിയാണ്. അത് നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്റെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് വരും വീഡിയോസിൽ കുറച്ചും കൂടി ഫൈനലി അവർ സമ്മതിച്ചു. എനിക്ക് ഒരു പോയിന്റ് കിട്ടി. സീരിയസ്ലി ഗൈസ്, അത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അടുത്ത ആളുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യാം. അതും കൂടി നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് ആ വീഡിയോസ് എപ്പോഴാ വന്നേ അറിയാം നിങ്ങൾക്ക്. ആ 1000 ആയി ഉടനെ ഗ്ലാസ്. 3, 2, 1 ഗോ. എനിക്ക് കിട്ടിയ വാക്ക് ചില്ല്. ചില്ലിൽ നമുക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാം ഇടയ്ക്കിടയ്ക്ക്. ഞാനും ചില്ലിലാണ് വെള്ളം കുടിക്കാറ്. ചില്ലിൽ വെള്ളം കുടിക്കുന്ന ആരും ഇല്ല ഇവിടെ. ഗ്ലാസ്സിലൊക്കെയല്ലേ വെള്ളം കുടിക്കാറുള്ളൂ. അറിയില്ല. ചില്ലിൽ ഞാൻ മേക്കപ്പ് ചെയ്യാൻ യൂസ്. ഒരു സെക്കൻഡ് എന്നെ പറഞ്ഞതാ ഈ ആൾക്കാര്. എത്ര അത് കള്ളക്കട ആർക്കും 19 സെക്കൻഡ് വെറും. ഞാൻ എടുത്തോളാം. ഞാൻ എനിക്ക് നീ നേരത്തെ ചെറിയ കളി എടുത്ത പിന്നെ ക്ഷമിച്ചതാണേ. ഏറ്റവും കൂടുതൽ ബൈറ്റ് എടുത്തോളാം ഞാൻ.
ഏറ്റവും കൂടുതൽ തോറ്റതാവനായതുകൊണ്ടാ. എങ്ങനെയുണ്ട്? മതി അതിന്റെ ആവശ്യമൊക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ലാസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാം. 3 റൗണ്ട്സ് ഒക്കെ തൽക്കാലത്തൊക്കെ മതി, കുട്ടികളൊന്നും താങ്ങുമെന്ന് തോന്നുന്നില്ല. ഞാനും ഓക്കെ. ഈ കളി തോപ്പിക്കണമെന്ന് എന്റെ ഒരു ആഗ്രഹമുണ്ട്. തോപ്പിക്കും വിജയ് മിക്കവാറും ഞാനായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവന് കിട്ടിയ ടോപ്പിക് എന്താണെന്ന് നോക്കാം. റെയിൻ, മഴ. ഏറ്റവും അടിപൊളി ടോപ്പിക്കാണ് ഗൈസ് അവന് കിട്ടിയിരിക്കുന്നത്. ഇതിലവൻ തോറ്റു പോവുകയാണെങ്കിൽ നീ ശരിക്കും ഒരു തോറ്റോടെയാണെന്ന് ഞങ്ങൾ പറയും. അതെ അതെ. ഇവനെ നമ്മൾ വീട്ടിൽ വിളിക്കുന്നത് തള്ള സോമൻ എന്നൊക്കെയാണ്. ബിക്കോസ് അതെ, എപ്പൊ നോക്കിയാലും തെളു മാത്രം മെയിൻ ആണ് ഗൈസ്. ഇങ്ങനെ പാവം പോലെ ഇരിക്കുമെങ്കിലും വളരെ മികച്ചൊരു അവനാണ് അവൻ. അപ്പൊ എനിക്ക് കിട്ടിയ മഴ എപ്പോഴും പെയ്യും, വല്ലപ്പോഴും പെയ്യും. അപ്പം കഴിഞ്ഞ മാസമൊക്കെ എപ്പോഴും പെയ്യുമായിരുന്നു. മിനിറ്റിന് വീട്ടിൽ ഇരുന്ന് വേറെ പണി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ പിന്നെ ഒരു കോംപ്രമൈസും ഇല്ല. അത് തീർന്നു ഗൈസ്. ഇത് കണ്ടോ നിങ്ങൾ? അത് കണ്ടോ? അത് കുഞ്ഞോട് മോനു കടിച്ചേടാ, കഴിച്ചിട്ട് പോയാൽ മതി. വെള്ളവും നന്നായിട്ട് തിന്നും. കുറച്ചുകൂടി. ഓക്കെ. നീ നേരത്തെ കളക്കളെ കളിച്ച ഇടയ്ക്കിടയ്ക്ക് ഏറ്റവും കൂടുതൽ മുളക് തന്നെ അവാർഡ് ഇവന് തന്നെ കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ പിന്നെ തെള്ളാൻ കഴിക്കട്ടെ. ഓക്കെ, അടുത്തത് ഞാനാണല്ലേ? ഞാനാണോ? എനിക്ക് 2 പോയിന്റ് നേടാൻ സാധിക്കണേ ദൈവമേ എന്നാണ്. ദൈവമേ, 1 പോയിന്റ് കിട്ടില്ല. 1 പോയിന്റ് കിട്ടി. ടൈംസ് PM, അതായത് പ്രധാനമന്ത്രി. അതെ, പ്രധാനമന്ത്രി. ടൈം സ്റ്റാർട്ട്സ് നൗ. നമ്മുടെ ഭാരതത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി എനിക്ക് വളരെ ഇഷ്ടമാണ്. പ്രധാനമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പാവമായിട്ടുള്ള ആളാണ്. പാവമാണെങ്കിൽ പോലും ഭാരതത്തെ മുഴുവനായി അദ്ദേഹത്തിന് നടത്തിക്കൊണ്ട് പോകാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അവിടെ തിരിച്ചിരുത്തിയിരിക്കുന്നത്. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒത്തിരി വിഷമം എനിക്ക് തോന്നും. അപ്പൊ ഇല്ല, എനിക്കിനി വെറും 15 സെക്കൻഡ് കൂടി ബാത്റൂം നല്ല കാര്യമാണ്. ഗൈസ്, ഈ സ്പീക്കർ പിള്ളേർ കാണിക്കുമ്പോഴത്തേക്കും തോക്കുന്നത്. അതാ, മുതിർന്ന ആൾക്കാർക്ക് മുതിർന്ന അത് മുളക് ഇത് വളർന്നതായത് ഞാൻ കഴിച്ചു നോക്കാം. വലുതായിട്ട് എടുത്തോളൂ. എനിക്ക് എരിവുണ്ടോ? ഇല്ല. മധുരമുണ്ടോ? അപ്പൊ നമ്മുടെ ഈ ചാലഞ്ചിലെ അവസാനത്തെ വ്യക്തിയാ കളിക്കാൻ പോകുന്നത്. ഞാൻ തന്നെ ഒരെണ്ണം എടുത്തേ ഓൾറെഡി. കുറച്ചു മുമ്പ് ഞാൻ നോക്കിയപ്പോഴേ ഗൈസ് നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ചുമ്മാ എല്ലാരും ഇൻഡിപെൻഡൻസ് ഡേ അതിപ്പോ ഞങ്ങൾ തുറന്നിട്ട് 5 സെക്കൻഡിനുള്ളിൽ സമാനം തുടങ്ങി. സ്വാതന്ത്ര്യ ദിനം. 3, 2, 1 സ്റ്റാർട്ട്. എനിക്ക് കിട്ടിയേക്കുന്ന ടോപ്പിക് സെക്കൻഡ്സ് ആയിട്ടുള്ളു. ഒരു ടോപ്പിക് പറഞ്ഞുള്ളു. അവനും അങ്ങനെയായിരുന്നു. അപ്പൊ അഭിനയം വളരെ മോശമായതുകൊണ്ട് കുഴപ്പമില്ല. കടിച്ച് ഇതെന്താ സംഭവം എന്ന് പറയാം, വായിക്കകത്ത് സ്റ്റോർ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടെ കൊണ്ട് തുപ്പിക്കണം. അതാ, പക്ഷെ ഞങ്ങളൊക്കെ അങ്ങനെയല്ല. അപ്പൊ ഗൈസ് ഇതായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ ചാലഞ്ചിന്റെ വിജയിയായിട്ട് ഞാൻ എന്നെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മൾ കൈയടിച്ച് പാസ്സാക്ക്. അടുത്ത ചാലഞ്ച് വേണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ ഗെയിം ഏറ്റവും അടിപൊളിയായിട്ട് കളിച്ച ആരാന്ന് നിങ്ങൾക്ക് തോന്നുന്നു അവരെ നിങ്ങൾ കമന്റ് ചെയ്യും. അതിന് കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പേരറിയണ്ടേ?
ഇവിടെ ഞങ്ങൾ വീട്ടിൽ തത്താന്ന് വിളിക്കും, ഇവനെ ഞങ്ങൾ കുഞ്ഞൂട്ട എന്ന് വിളിക്കും, ചേച്ചിയെ വാവാന്ന് വിളിക്കും. വാവക്കുട്ടി വാവക്കുട്ടിയാണ്. സ്കൂളിൽ വിളിക്കുന്ന ദില്ല, പാർവതി, സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ്. അപ്പൊ നിങ്ങൾക്ക് ആരാണോ ഇഷ്ടപ്പെട്ടെ അല്ലെങ്കിൽ ആറ് ഗെയിം ആയിരുന്നു ബെറ്റർ എന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യണം ഗൈസ്. ഇതിന്റെ കണ്ണ് കണ്ട് പേടിക്കുന്നതായി കമന്റ് ചെയ്തിട്ട് പോവാം. ചേച്ചി വലിയ എല്ലാവരും പേടിക്കുന്നത് ചിലപ്പോ കടിക്കും. ഓക്കെ, അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോ